ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേദയുടെ അടുത്തേക്ക് വിക്രം എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വരുന്ന വഴി സാബുവിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈശ ഡോക്ടറുടെ കൂടെ വേദയുടെ അടുത്ത് വിക്രം വന്നത്. അപ്പോൾ വേദയുടെ അടുത്തേക്ക് വിക്രത്തിനെ കൊണ്ടുവന്നാക്കി മടങ്ങുമ്പോൾ ഈശ ഡോക്ടർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നീ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ഇവിടെ വിക്രം സേഫാണ്, നീ പേടിക്കണ്ട, പോയിക്കോ, അപ്പപ്പോൾ കാര്യങ്ങൾ ഞാൻ അപ്പം അറിയിക്കാമെന്നൊക്കെ പറഞ്ഞ് ഈശ ഡോക്ടറെ വേദ മടക്കി അയക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രത്തിനെയും താങ്ങി പിടിച്ച് വേദ സ്റ്റെപ്പ് കയറി പതുക്കെ റൂമിലെത്തി വിക്രത്തിന് കട്ടിലുമേ ഇരിക്കുമ്പോൾ തന്നെ കാലുമെന്ന് ഇങ്ങനെ ചോര ഒഴുകുകയാണ് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി ആകെ ചോരയാണല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വേദയുടെ വിക്രം ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ വേദ കുത്തി ചോദിച്ചപ്പോൾ വിക്രം പറയാണ്, എൻ്റെ അച്ഛനെ തല്ലിയെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കാനാ വേദ, ഞാൻ അവനെ നല്ല പോലെ പെരുമാറിയിട്ടാണ് വന്നിരിക്കുന്നത്, ആ ഇൻസ്പെക്ടർ സാബുവിനെന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ വേദയ്ക്ക് ഭയങ്കര വിഷമമാവുകയാണ്. വേദ വേറെ സങ്കടത്തോട് കൂടിയിട്ട് നിന്ന് മുറിവുകളെല്ലാം ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വേദ അടങ്ങിയിരിക്കുക, എനിക്ക് അതിനെ സഹിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. വേദ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഒന്നും മിണ്ടാതെ ഇരുന്ന് മുറിവുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേദ മടങ്ങി പോകാൻ നിൽക്കുമ്പോൾ വിക്രം വേദയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയും, വേദ താൻ പിണക്കത്തിലാണോ എന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ വിക്രത്തിനോട് വേദ പറയും, ഞാൻ പിണക്കത്തിലൊന്നുമല്ല, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു കാര്യമില്ല, ഞാൻ എത്ര നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ നന്നാവില്ല, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം നടക്കണം, നിങ്ങൾ അത് മാത്രമാണ് ചിന്തയുള്ളൂ, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ട് പോലും നിങ്ങൾ നന്നാവാൻ കൂട്ടാക്കിയിട്ടില്ല, പിന്നെ ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നേർവഴിക്ക് വരൂ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ വിഷമത്തോടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയണം, വേദ താൻ പിണ്ടാതെ പിണങ്ങി നടന്നാൽ എനിക്കത് സഹിക്കില്ല വേദ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ നിമിഷത്തിൽ വേദയുടെയും വിക്രത്തിൻ്റെയും കണ്ണുകൾ ഇങ്ങനെ പരസ്പരം നോക്കി അവരുടെ ആ പ്രണയ വിശ്വാസമൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ വരികയാണ് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും അടിപൊളി പ്രണയ നിമിഷങ്ങൾ. നമ്മുടെ സാബുവിന് കിട്ടിയ പണി എന്താണെന്ന് നമുക്ക് വഴിയെ തന്നെ അറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.